ഏറ്റവും ഒടുവിൽ നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്തായിരുന്നു. വോട്ട് വിഹിതം കുറവായിരുന്നു. BJP 2-ാം സ്ഥാനത്തും UDF വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ മാറ്റം വന്നു. ഇടതുപക്ഷം അഭിമാനകരമായ പെർഫോമൻസ് നടത്തിയെന്നുള്ളതല്ല, എന്നാലും ആശ്വാസകരമായ ഒരു മുന്നേറ്റം. എന്നാൽ ഞങ്ങൾ വിമർശനപരമായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ അടക്കം ആശ്വാസകരമായ ഒരു മുന്നേറ്റം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായി. പക്ഷെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ ഇപ്പോഴുന്നയിക്കുന്ന ആരോപണമല്ലല്ലോ. അങ്ങയുടെ തന്നെ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു ഷോയിൽ പങ്കെടുത്തുകൊണ്ട് UDF സ്ഥാനാർത്ഥിയോട് അങ്ങയുടെ സഹപ്രവർത്തകയായ മാധ്യമ പ്രവർത്തക എത്ര തവണ ചോദിക്കുന്നുണ്ട്, UDF സ്ഥാനാർത്ഥിക്ക് ഒരു ബിഗ് ബ്രേക്കിങ്ങിനുള്ള അവസരം വന്നിരിക്കുന്നു, SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം, തന്റെ ഇടം, നട്ടല്, അങ്ങനെയൊന്നുമല്ല പ്രയോഗിച്ചതെങ്കിൽ പോലും അതിന് സമാനമായി SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് UDF സ്ഥാനാർത്ഥിക്കുണ്ടോ, നിയുക്ത പാലക്കാട് ഇപ്പോഴത്തെ MLAക്കുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. SDPI ഒരു വാക്ക് ഉരിയാടാൻ, ആ 4 അക്ഷരം ചേർത്ത് പറയാൻ അപ്പോഴും ഇപ്പോഴും ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, UDFന്റെ പ്രതിനിധികൾക്കോ നേതൃത്വത്തിനോ കഴിയുന്നുണ്ടോ? അങ്ങ് കണ്ടതല്ലേ, അങ്ങേക്കറിയാത്ത സ്ഥലമല്ലല്ലോ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്. ആ വിക്ടോറിയ കോളേജിന് മുമ്പിൽ പാലക്കാട് UDFന്റെ വിജയാനന്തരം ആദ്യ പ്രകടനം നടത്തിയത് ആരാ? യൂത്ത് കോൺഗ്രസ് ആണോ, ലീഗാണോ, കോൺഗ്രസ് ആണോ, UDFന്റെ ഏതെങ്കിലും കക്ഷികളാണോ? ആരായിരുന്നു നടത്തിയത്? അനൗദ്യോഗിക UDF ഘടകകക്ഷിയാണോ എന്ന് ഇതിനോടകം നമുക്കെല്ലാവർക്കും ന്യായമായ പ്രബലമായ സംശയമുള്ള SDPI വിക്ടോറിയ കോളേജിന് മുമ്പിൽ പ്രകടനം നടത്തി. എന്തായിരുന്നു ആക്രോശ സമാനമായ പ്രകടനത്തിലെ മുദ്രാവാക്യം? എന്തായിരുന്നു? അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ എന്ന് ആക്രോശ സമാനമായ സ്വഭാവത്തോടുകൂടെ മതതീവ്രവാദികളുടെ പുതിയ സംഘമായ SDPI UDFന്റെ അനൗദ്യോഗിക ഘടകകക്ഷിയായി മാറിയോ എന്ന ചോദ്യത്തെ പ്രബലപ്പെടുത്തും വിധം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ഏതെങ്കിലും ദാർശനികമായി ആലങ്കാരികമായി പറയുന്നതല്ല. എന്റെയും ആങ്കറുടെയും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തെ അല്ലേ ഇടതുപക്ഷം ചോദ്യം ചെയ്തത്? ഈ വിജയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ, SDPIയുടെ, കേരളത്തിലെ വർഗീയ രാഷ്ട്രീയത്തിന്റെ പുതുരൂപങ്ങളുടെ പിന്തുണ, അവരുടെ സഹായം ഇല്ലേ എന്ന ചോദ്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഏത് മലയാളിയും ചോദിക്കും. അതിൽ ഏതെങ്കിലും നിലപാട് മാറ്റത്തിന്റെ പ്രശ്നമുണ്ടോ? 18,800-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ SDPIയുടെയും ജമാഅത്തിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? അതൊക്കെ വളരെ നെഗ്ലിജിബിൾ അല്ലേ? ഒരു തരംഗത്തിനിടയിൽ വരുന്നതിൽ ഒരു ചെറിയ ഒരു ഓളം മാത്രമല്ലേ SDPIയും ഈ ജമാഅത്തെയും? നിങ്ങൾ അതിൽ പിടിക്കുന്ന എന്തിനാ? BJPയുടെ വോട്ട് മുനിസിപ്പാലിറ്റിയിൽ ഈ UDF ചോർത്തിയത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ അതെന്താ പറയാത്തത്? BJPയെ ദുർബലപ്പെടുത്തി UDF എന്നൊരു വാദം എന്താ നിങ്ങൾക്കില്ലാതെ പോകുന്നത്? ജയിക്ക് ഇല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ വോട്ട് ഷെയർ മൃഗീയമാം വിധം കുറയുകയും അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവായി ഒന്നാമത് UDFും രണ്ടാമത് LDFും വരികയും ചെയ്തത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമായ ചിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അതിനു നേരെ ആരാണ് കണ്ണടയ്ക്കുന്നത്? പ്രത്യേകത എന്താണ്?